പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നോട് ഈ കഥ പറഞ്ഞത് ഈ കഥയിലെ തന്നെ പ്രധാന കഥാപാത്രമായ ഹരിഹരനാണ്. കഥ പറഞ്ഞു കഴിഞ്ഞ് പുള്ളി എന്നോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് ഈ കഥ പറയാൻ തന്നെയുള്ള പ്രധാന കാരണം. കുറേ കാലം മുമ്പാണ്, കൃത്യമായി പറഞ്ഞാൽ 2007 ഒരു നവംബർ മാസം. ഹരിയേട്ടനും രവിയും രാജേഷും ഒക്കെ കൊച്ചിയിലെ ഒരു കോൾ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന കാലം. അവരിപ്പോൾ താമസിക്കുന്ന വീടിന് വാടക കൂടുതലായതിനാൽ അവർ വേറൊരു വീട് അന്വേഷിച്ച് നടക്കണം. കുറേ ആയി വീടുകൾ അന്വേഷിക്കുന്നു. ഒരു സ്ഥലത്ത് വാടക ശരിയാവുമ്പോൾ ഡെപ്പോസിറ്റ് ശരിയാവില്ല, ഡെപ്പോസിറ്റ് കൂടുതലാവുമ്പോൾ വാടക ശരിയാവില്ല. അങ്ങനെ കുറേ ആയി അവരൊരു വീട് തപ്പി തുറക്കുന്നു, ഒന്നും ശരിയാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഫ്രണ്ട് പറയുന്നത് ഈ വടുതല ഭാഗത്തായിട്ട് ഒരു വീട് വാടകയ്ക്ക് കിട്ടാനുണ്ട്. അപ്പം അങ്ങനെ അവർ ഒരു വെള്ളിയാഴ്ച ആ വീടൊന്ന് കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു. ഈ വീട് ഇരിക്കുന്നത് കൊച്ചിയുടെ ഒരു പ്രാന്ത പ്രദേശമാണ്. വടുതല എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഒരു ഒറ്റപ്പെട്ട സ്ഥലം, വീടിന് ചുറ്റും പുല്ല് പിടിച്ച് കിടക്കാണ്. ഒട്ടും ആൾതാമസമില്ലാത്ത ഒരു വിജനമായ സ്ഥലം. വീടിന് ചുറ്റും പുല്ല് പിടിച്ച് കിടക്കാണ്. എൻ്റെ പുറകിലൊരു വലിയ കാട് തന്നെയുണ്ട്. വീടിന് മുൻവശത്താണെങ്കിൽ പാടം പോലെ ഇങ്ങനെ ഭൂമി കിടക്കാണ്. ചെറിയ പുല്ലൊക്കെ പിടിച്ച് ഇങ്ങനെ ഭൂമി കിടക്കണം. അതിനോട് ചേർന്ന്, ഈ വീടിനോട് ചേർന്ന് ഷേപ്പിൽ ഒരു റെയിൽവേ പാളം പോകുന്നുണ്ട്. അതിങ്ങനെ വീടിൻ്റെ ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ തുടങ്ങി അടുത്തോടെ തുടങ്ങി പാളത്തോടെ ഇങ്ങനെ അകന്ന് പോകുന്ന ഒരു ഷേപ്പിലുള്ള ഒരു റെയിൽവേ പാളം. അതിൻ്റെ അപ്പുറത്ത് ഒരു പെട്ടിക്കടയുണ്ട്. ഇതാണ് ആ വീടിൻ്റെ ഒരു അവസ്ഥ. ഇവരിപ്പോൾ വീടിന് 3500 വാടക കൊടുക്കുന്നുണ്ട്. അപ്പം അതിനേക്കാളും കുറഞ്ഞൊരു വാടകയ്ക്ക് ഒരു വീട് കിട്ടുമെന്ന് അവർ അന്വേഷിച്ചടങ്ങി. വീട് അകലെയെന്ന് കണ്ടപ്പോഴേ രാജേഷ് പറഞ്ഞു, വാ നമുക്ക് തിരിച്ചു വന്നു. കാരണം ഒരു ബംഗ്ലാവ് തന്നെയാണ് ആ വീട്, വലിയൊരു വീട്. അതിൻ്റെ ഒരു മാസത്തെ വാടക കൊടുക്കാൻ പോയിട്ട് ഒരു ദിവസത്തെ വാടക കൊടുക്കാൻ പോലും അവരെ കൊണ്ട് പറ്റത്തില്ല. എന്നാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ച് അവർ ഓണറെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ രാജേഷും രവിയും ഹരിയേട്ടനും കൂടി ഓണറോട് സംസാരിക്കാൻ തീരുമാനിച്ചു. ഓണർ പറഞ്ഞു, വീടിന് എനിക്കൊരു 2500 വാടക തരണം, ഒരു 10,000 ഡെപ്പോസിറ്റ്. ഇത് കേട്ട വഴി എല്ലാവരുടെയും മനസ്സിൽ ലഡ്ഡു പൊട്ടി. കാരണം മിനിമം ഒരു 10,000 രൂപയെങ്കിലും ആ വീടിന് വാടകയുണ്ട്, ഒരു 1,00,000 രൂപയെങ്കിലും ഡെപ്പോസിറ്റ് കൊടുക്കണം. ആ വീടാണ് അവർ 2500 പുള്ളി കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പോലും രാജേഷ് വെറുതെ എടുത്ത വഴിക്ക് പറഞ്ഞു, അത് ഇത്തിരി കൂടുതലല്ലേ ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ബാക്കി എല്ലാവരും ഇവരിങ്ങനെ വളരെ രൂക്ഷമായിട്ട് നോക്കി. കാരണം അവരിപ്പോൾ കൊടുക്കുന്ന വീടിന് തന്നെ ഏകദേശം 3,500 വാടകയുണ്ട്. ഇപ്പോഴാണ് 2,500 വാടക കിട്ടിയിട്ട് രാജേഷ് പറയണത് കൂടുതലല്ലേ. അപ്പോൾ ഓണർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്തിരി കുറയ്ക്കാം, 2,000 രൂപയെങ്കിലും വാടക തരണം, പക്ഷേ ഡെപ്പോസിറ്റ് കാശ് ഞാൻ കുറയ്ക്കില്ല. അത് മാത്രമല്ല, താഴത്തൊരു ബെഡ്റൂമും മുകളിലൊരു ബെഡ്റൂം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഹാളും കിച്ചണൊക്കെ ഉപയോഗിക്കാം. താഴത്തൊരു ബെഡ്റൂമിൻ്റെ അകത്ത് ഞാൻ എൻ്റെ കുറച്ച് മരങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കണം. അപ്പോൾ ആ മുറി പൂട്ടി കിടക്കായിരിക്കും. അതുപോലെ മുകളിലുള്ള ബെഡ്റൂമുകൾ രണ്ടും പൂട്ടി കിടക്കായിരിക്കും. അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. താഴത്തൊരു ബെഡ്റൂമും മുകളിലൊരു ബെഡ്റൂമും ഉപയോഗിക്കാം. അതുപോലെ കിച്ചണും ഹാളും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇത് തന്നെ അവർക്ക് 2 ബെഡ്റൂം തന്നെ അവർക്ക് ധാരാളമാണ്. കാരണം അവരിപ്പോൾ താമസിക്കുന്നത് തന്നെ ഒരു ബെഡ്റൂമിലാണ്. അവർ ഓക്കെ പറഞ്ഞു. അവരൊന്ന് അങ്ങനെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ച വരാം, ഞാനപ്പോഴേക്കും വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാം, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒരു ടോക്കൺ അഡ്വാൻസ് തന്നോളാൻ പറഞ്ഞു. അപ്പം തന്നെ ഹരിയേട്ടൻ ഒരു 1000 രൂപ ടോക്കൺ എടുത്ത് കൊടുത്തു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ വീടിനോട് ചേർന്ന് ഒരു ആ പാടം കഴിഞ്ഞ് ആ വീടിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞില്ല ഒരു പാടമുണ്ട്. ആ പാടത്തിൻ്റെ അപ്പുറത്തൊരു റെയിൽവേ പാളം പോകുന്നുണ്ട്. ആ പാളത്തിൻ്റെ അപ്പുറത്തൊരു പെട്ടിക്കടയുണ്ട്. അപ്പോൾ ആ പെട്ടിക്കടയിൽ അവർ പോയി നിന്ന് ഒരു സിഗരറ്റ് മേടിച്ച് വലിക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ഏതാന്ന്? ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ആ കാണുന്ന ആ ബംഗ്ലാവ് അതിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നു. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു, ഏത് ബംഗ്ലാവ്? അവർ ആ ബംഗ്ലാവ് ഇങ്ങനെ ചൂണ്ടി കാണിച്ചു കൊടുത്തു. ആ കാണുന്നത് ബംഗ്ലാവ് എന്ന് പറഞ്ഞു. ആക്ച്വലി പിന്നെ ആ ചേട്ടൻ ഒന്നും മിണ്ടണില്ല. ചേട്ടൻ ഒരക്ഷരം പിന്നെ മിണ്ടുന്നില്ല. ഇവരും ചായ കുടിച്ച് സിഗരറ്റും ഒക്കെ വലിച്ച് അവിടുന്ന് പോയി. പിറ്റേ ആഴ്ച തന്നെ അവർ ആ വീട്ടിലേക്ക് താമസം മാറി. അവർ വേറെ കട്ടിലൊന്നുമില്ല, താഴെ തറയിൽ പായ് വിരിച്ച് അതിൻ്റെ മുകളിൽ ബെഡൊക്കെ ഇട്ട് അവർ 3 പേരും കൂടി താഴത്തെ ബെഡ്റൂം അങ്ങ് സെലക്ട് ചെയ്തു. അവിടെ തന്നെ താമസം ആരംഭിച്ചു. അവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചു. മുകളിലെ ബെഡ്റൂമിലേക്കൊന്നും അവരാരും പോകലില്ല. രവി എന്ന് പറയുന്ന ആള്, പക്ഷെ ഇതിൽ രവി എന്ന് പറയുന്ന ആളൊരു നിരീശ്വരവാദിയാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരുപാട് പുസ്തകം വായിക്കുന്ന ആളാണ്. ഇടയ്ക്ക് പുസ്തകം വായിക്കാനായിട്ട് ഈ മുകളിലെ ബെഡ്റൂമിൽ പോയിരുന്ന് പുസ്തകം വായിക്കും.
വീക്ക് ഓഫ് കിട്ടുന്ന ദിവസങ്ങളിലും മറ്റ് മുടക്കമുള്ളപ്പോഴും എപ്പോഴും ഫ്രീ ടൈം കിട്ടിയാലും ആൾ പുസ്തകം എടുത്തുകൊണ്ട് മുകളിലെ ബെഡ്റൂമിൽ പോകും. അപ്പം അങ്ങനെ ഒരു ദിവസം ആൾ പുസ്തകം എടുത്തുകൊണ്ട് ഇവരൊക്കെ സാധാരണ പോലെ കിടന്നുറങ്ങാൻ പോയി. രവി എന്ന് പറയുന്ന ആൾ പുസ്തകം എടുത്തുകൊണ്ട് മുകളിലെ ബെഡ്റൂമിൽ പോയി. പിറ്റേ ദിവസം രവിക്ക് വീക്ക് ഓഫാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് സമയം ഒരു പ്രശ്നമല്ല. 11 മണിയായി, 12 മണിയായി, 1 മണി വരെയൊക്കെ ഇരുന്ന് ആ മുറിയിലിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ടാണ് ഹരിയേട്ടൻ എഴുതേക്കുന്നത്. ഈ താഴെ തന്നെയാണ് ഈ ലൈറ്റുകളൊക്കെ ഉള്ളത്. ആളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കമന്ന് കിടന്നിരുന്ന ആള് ചാടി എണീറ്റ് ഇട്ട് താഴെ കയ്യെത്തുന്നോട് തന്നെ ലൈറ്റുകളുള്ളത്. ആ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ഈ രവി ഇങ്ങനെ വളരെ രൂക്ഷമായിട്ട് അവർ 3 പേര് നോക്കാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ സിഗരറ്റ് വലിച്ചു വിടുന്നുണ്ട്. അപ്പം മുറി നിറച്ച് സിഗരറ്റിൻ്റെ പുകയും ആകെ ഒരു അസ്വസ്ഥതയായി. അപ്പോൾ ഹരി രവിയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി എന്തുണ്ടായ സംഭവം, ഇങ്ങനെ നോക്കി നിൽക്കണെന്ന്, എന്തെങ്കിലും പേടിച്ച് നിൽക്കണമെന്ന്. അപ്പോൾ ആളെന്നെ വളരെ പേടിച്ച് വിയർത്തൊക്കെയാണ് നിൽക്കണം. എന്തെങ്ങനെ പേടിച്ച് നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ശബ്ദം കേട്ട് രാജേഷും പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി രവിയോട് ചോദിക്കണം, എന്തുണ്ടായി, എന്താ സംഭവം, എന്താ നീ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കണേന്ന്. രവി ഒരു അക്ഷരം വേണ്ടുന്നില്ല. രവി ഇങ്ങനെ സ്തംഭിച്ച പോലെ നിൽക്കുകയാണ്. വളരെ രൂക്ഷമായിട്ട് അവർ രണ്ടുപേരും നോക്കാണ്. വിയർത്ത് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു, എടാ ഈ വീടിന് എന്തോ കുഴപ്പമുണ്ട്, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നു. അപ്പോൾ മറ്റു രണ്ടുപേരും പറഞ്ഞു, എന്ത് പ്രശ്നം, നീ എന്താ കാര്യം തെളിച്ച് പറ, എന്ത് പ്രശ്നം ഈ വീടിനുള്ളതെന്ന് ചോദിച്ചു. പറഞ്ഞു, എടാ ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ നാളെ എൻ്റെ കൂടെ ഞാൻ ഈ പുസ്തകം വായിക്കുന്ന റൂമിലേക്ക്, അതായത് മുകളിലെ ബെഡ്റൂമിലേക്ക് എൻ്റെ കൂടെ ഒന്ന് വായു. ഈ വീടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ അവർ രണ്ടുപേർക്കും പേടിയായി. പക്ഷെ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം അവർ നേരത്തെ ഓഫീസിൽ നിന്ന് എത്തി. രവി പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ മുകളിലെ ബെഡ്റൂമിലേക്ക് ഞാൻ പുസ്തകം വായിക്കാൻ പോകുമ്പോൾ വരണം. ഇപ്പം പിറ്റേ ദിവസം 9 മണിയായിപ്പോൾ 9 മണി 10 മണിയായിപ്പോൾ അവർ 3 പേരും കൂടി ആ മുകളിലെ ബെഡ്റൂമിലേക്ക് പോവാണ്. മുകളിലെ ബെഡ്റൂമിൽ പോയി നിന്നു. രവി പറഞ്ഞു, ഈ മുറിയിലിരുന്ന് അപ്പുറത്തെ മുറിയിൽ നിന്നാണ് എനിക്ക് ഈ ശല്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ ഈ മുറിയിൽ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രസൻസ് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് തോന്നാത്ത രീതിയിൽ വേണം നിങ്ങൾ ഈ മുറിയിൽ എൻ്റെ കൂടെ നിൽക്കുക. നിങ്ങളുടെ ശ്വാസം പോലും ഹോൾഡ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാൻ. അത് മാത്രമല്ല, ഞാൻ പറയുമ്പോൾ അപ്പുറത്തെ മുറിയുടെ ഭിത്തിയിൽ ചെവി വെച്ചുകൊണ്ട് നിൽക്കും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറഞ്ഞു. ഒരു 3 പേരും കൂടി റെഡി ആയിട്ട് ഒരു 10 മണി 11 മണി ആയപ്പോഴേക്കും മുകളിലെ ബെഡ്റൂമിൽ പോയി ഇവർ ഈ പറയുന്ന മുറിയിൽ പോയി നിൽപ്പൊടി. സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. 11 മണിയായി, 11:30 12 മണിയായി, 1 മണിയായി. 1 മണിക്കും 1:20 ഇടയ്ക്ക് ആ പാളത്തിൽ കൂടെ കൃത്യം എല്ലാ ദിവസവും ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകും. അത് എത്ര വൈകിയാലും ഒരു 5-10 മിനിറ്റിൻ്റെ വ്യത്യാസം. 1:10 1:15 ആ ഒരു 1:10 1:30 ഇടയിലുള്ള ആ ഒരു പീരീഡിൽ ഈ ട്രെയിൻ പാസ് ചെയ്ത് തുടങ്ങും. രവി പറഞ്ഞു, ഈ സമയത്താണ് നിങ്ങൾ ചെവി വെച്ച് അപ്പുറത്തെ റൂമിലേക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു. ഇവരെല്ലാവരും അവരുടെ ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ട് അവർ ആ മുറിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചെവി ഇങ്ങനെ ഭിത്തിയോട് ചേർത്ത് വെച്ചു. അപ്പുറത്തെ മുറിയിലേക്ക് ഇങ്ങനെ എന്താ അപ്പുറത്തെ മുറിയിൽ നടക്കണമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ചെവി വെച്ച് നിൽക്കുകയാണ്. സമയം 1:05 1:10 കൃത്യം 1:12 അകലേന്ന് ആ ട്രെയിൻ ഇങ്ങനെ വന്നു തുടങ്ങി. ട്രെയിനിൻ്റെ ചൂളമടി കേട്ട വഴി ഒരു ചെവി അപ്പുറത്തെ ഇതിലേക്ക് വെച്ചു. ചെവി ഇങ്ങനെ ചേർത്ത് ആ ഭിത്തിയോട് ചേർത്ത് വെച്ചു. അപ്പം അപ്പുറത്തെ മുറിയിൽ നിന്ന് ഒരു ചേച്ചി പറയുന്ന ശബ്ദം, കുറെ നേരം പറയണം, മിണ്ടാതിരിക്കുന്നു. ഇങ്ങനെ പറയുന്ന ഒരു ശബ്ദം അവരപ്പുറത്തെ മുറിയിൽ നിന്ന് കേൾക്കാണ്. അത് മാത്രമല്ല, ഒരു കൊച്ചു കിടന്ന് കരയുന്നുണ്ട്, ഒരു ബോൾ ഇങ്ങനെ ഉരുണ്ടു പോകുന്നുണ്ട്. ഈ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു 3 പേരും ഒരേ സമയം ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ അവർ കൃത്യം
ഈ ട്രെയിൻ പാസ് ചെയ്ത് ഈ റെയിൽവേ പാളത്തിൽ നിന്ന് ഈ അറ്റത്തുനിന്ന് ട്രെയിൻ പാസ് ചെയ്ത് ഇങ്ങനെ റാ ഷേപ്പിൽ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അകന്നകന്ന് പോയി കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ മുറിയിലെ സംസാരവും നിന്നു. അവർ 3 പേരും ആ മുകളിലെ ബെഡ്റൂമിൽ നിന്ന് ഓടി ഇറങ്ങി അവർ താഴത്തെ ബെഡ്റൂമിലേക്ക് വന്നു. അവരവിടെ വന്നിരുന്നു. 3 പേരൊന്നും മിണ്ടണല്ല, ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം പേടിച്ച് വിറച്ചിരിക്കണം. അപ്പോൾ രവി പറഞ്ഞു, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനിത് അനുഭവിക്കുകയാണ്. എന്നും ഒരേ ശബ്ദം, ഒരേ സമയം, ഒരേ അലർച്ച. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 3 പേരും ഒന്നും മിണ്ടുന്നില്ല, ബാക്കി 2 പേരും ഒന്നും മിണ്ടുന്നില്ല. എങ്ങനെയൊക്കെയോ അവർ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ നേരെ ഓടുന്നത് ആ വീടിന് മുമ്പിലുള്ള പെട്ടിക്കടയിലേക്കാണ്. അവരുടെ പാടം കഴിഞ്ഞ് അവരുടെ വീടിന് മുമ്പിലുള്ള പുല്ലുമേടുള്ള പാടത്തിൻ്റെ സ്ഥലം കഴിഞ്ഞ് റെയിൽവേ പാളത്തിൻ്റെ അപ്പുറത്തുള്ള ആ പെട്ടിക്കടയിലേക്ക് അവർ ഓടാണ്. അവിടെ ചെന്ന് ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഞങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ കണ്ടതോ, നിങ്ങളെ ഞാൻ ഓർക്കുന്നുണ്ടെന്നോ. ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ആ കാണുന്ന ബംഗ്ലാവിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഞങ്ങൾ ആ ബംഗ്ലാവിൽ താമസം തുടങ്ങിയിട്ട് ആ ബംഗ്ലാവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ആദ്യമേ കണ്ടപ്പോഴേ പറയണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഞാൻ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കണ്ടല്ലോ. അത് മാത്രമല്ല ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്പോൾ രവി ചോദിക്കുന്നത്, എന്താ ചേട്ടാ എന്താ പ്രശ്നം, ആ വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മക്കളെ ആ വീട്ടിൽ കുറേ കാലമായിട്ട് ആരും താമസിക്കാറില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളൊരു വീടാണത്. ഈ അടുത്ത കാലം വരേക്കും അവിടെ ഒന്നും ആരും താമസിച്ചിട്ടില്ല. കുറേ കാലം മുമ്പ് അവിടെ ഒരു ഫാമിലി താമസിച്ചിരുന്നു. ചെറിയൊരു കുടുംബം, ഒരു ചേട്ടനും ചേച്ചി ഒരു മോളായിട്ടുള്ള ഒരു ഒരു കുഞ്ഞു കൊച്ചുമായിട്ടുള്ള ഒരു കുടുംബമാണ് അവിടെ താമസിച്ചിരുന്നത്. അതിൽ ആ ചേച്ചി ആ വീടിൻ്റെ മുകളിലെ ഒരു ബെഡ്റൂമിൽ വിഷടിച്ച് മരിക്കുകയായിരുന്നു. ആ ചേട്ടൻ വേറെന്തോ റിലേഷൻ ഉണ്ടായിരുന്നു, അത് അറിഞ്ഞ വഴി ആ ചേച്ചി ആദ്യം മോൾക്ക് വിഷം കൊടുത്തിട്ട് ആ ചേച്ചിയും വിഷം കുടിച്ച് മരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ ആ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ എന്തൊക്കെയോ ശല്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട വഴി ഒരു നേരെ ഓടിയത് ആ അടഞ്ഞു കിടക്കുന്ന മുറിയിലേക്കാണ്. അവരത് ചവിട്ടി തുറന്ന്, ആ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കിടന്നു. അവർ വേറെ ഒന്നും കണ്ടില്ല. അവിടെ ഒരു ബോൾ കിടക്കുന്നത് കണ്ടു, പിന്നെ ഒരു പാവയും കിടക്കുന്നത് കണ്ടു. അല്ലാതെ വേറെ ഒന്നും അവർ ആ മുറിയിൽ കണ്ടില്ല. ഞാൻ ഈ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ കഥ ഞങ്ങളോട് പറഞ്ഞത് ഹരിയേട്ടനാണ്. ഒരു നൈറ്റ് ഷിഫ്റ്റിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സമയത്താണ് ഹരിയേട്ടൻ ഈ കഥ പറഞ്ഞത്. ഇത് പറഞ്ഞു നിർത്തിയിട്ട് ഹരിയേട്ടൻ ഞങ്ങളോട് ആ ചോദ്യം ചോദിച്ചു. അതിങ്ങനെയാണ്, ഇത് എനിക്ക് മാത്രമാണ് അനുഭവിച്ചിരുന്നെങ്കിൽ, ഞാൻ മാത്രമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് എൻ്റെ ഒരു തോന്നലായിരുന്നു, എൻ്റെ ഒരു സങ്കല്പമായിരുന്നു. ഞങ്ങൾ 3 പേരും ഒരേ സമയം ഒരുപോലെ ഇതനുഭവിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ, പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.